ഹലോ, എല്ലാവർക്കും മോം ടോക്സിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കില്ലേ? ഞാനൊരു സുഖമായിട്ടിരിക്കുകയാണ്. നമ്മളിത് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എങ്ങനെയാണ് ഒരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യേണ്ടത്, എവിടെ നിന്നാണ് ഞാൻ തുടങ്ങേണ്ടത്, എനിക്ക് നെക്സ്റ്റ് മന്ത് പ്രഗ്നൻ്റ് ആകണം, ഇപ്പോൾ തന്നെ ഞാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. ഒരുപാട് പേര് ഇതിനെ പറ്റിയിട്ട് പല ചാനലിലും ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാലും അവർക്ക് ഭയങ്കര കൺഫ്യൂഷൻസ് ആണ്. എന്താണ്, എവിടെ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്താലാണ് എനിക്കൊരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ എന്നതിനെ പറ്റിയിട്ട്. അപ്പോൾ നമുക്ക് ഇന്ന് തന്നെ നമ്മുടെ പ്രഗ്നൻസി നമുക്ക് പ്ലാൻ ചെയ്യാം കേട്ടോ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പീരിയഡിൻ്റെ സമയത്താണ് നമ്മുടെ എഗ്ഗിൻ്റെ പ്രിപ്പറേഷൻസ്, അതായത് ഈ മന്തിൽ ഇറങ്ങേണ്ട എഗ്ഗിൻ്റെ പ്രിപ്പറേഷൻസ് നടക്കുന്നത് നമ്മുടെ പീരിയഡിൻ്റെ സമയത്താണ്. അത് നമ്മൾ ആരും മനസ്സിലാക്കാറില്ല. നമ്മൾ പീരിയഡിൻ്റെ സമയത്ത് നമ്മുടെ ബോഡിക്ക് വേണ്ട രീതിയിലുള്ള കെയറിങ് കൊടുക്കാറില്ല. നമ്മൾ പീരിയഡ് ആകുമ്പോൾ മിണ്ടാണ്ട് വയറ് വേദനിച്ച് കിടക്കുക മാത്രമാണ് ചെയ്തത്. കറക്റ്റായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ടായിരിക്കില്ല, നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ കറക്റ്റായിട്ട് പ്രോട്ടീൻ പരമായിട്ടുള്ള ഫുഡ്, അതായത് ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും ആവശ്യത്തിന് നിങ്ങൾ കഴിക്കുന്നുണ്ടായിരിക്കില്ല. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങളുടെ പീരിയഡിൻ്റെ 2ാമത്തെ ഡേ അല്ലെങ്കിൽ 3ാമത്തെ ഡേ ആയിരിക്കും നിങ്ങൾക്കൊരു ഫോളിക്കുലർ സ്റ്റഡി ചെയ്യാൻ വേണ്ടി ഡോക്ടേഴ്സ് വരാൻ വേണ്ടി പറഞ്ഞത്. അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്തായിരിക്കും നമ്മുടെ എഗ്ഗ്, ഈ മാസം എഗ്ഗ് പുറത്തോട്ട് റിലീസ് ആവോ ഇല്ലയോ, ഇപ്പോൾ എഗ്ഗിൻ്റെ സൈസ് എത്രയാണ് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് പീരിയഡിൻ്റെ 2nd ഡേ അല്ലെങ്കിൽ 3rd ഡേ വരാൻ വേണ്ടിയിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ പീരിയഡിൻ്റെ 2nd ഡേ മുതൽ നമ്മുടെ എഗ്ഗിൻ്റെ പ്രിപ്പറേഷൻസ് അവിടെ നടക്കുന്നുണ്ടെന്ന്. ഈ ഒരു സമയത്ത് നിങ്ങൾ ആവശ്യത്തിന് ഫ്രൂട്ട്സും വെജിറ്റബിൾസും നന്നായിട്ട് കഴിക്കുക. പീരിയഡാണ് എന്ന് വെച്ചിട്ട് ആ ഒരു പെയിനിൽ ഇരിക്കാതെ നന്നായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു മാസം വരേണ്ട എഗ്ഗിൻ്റെ ആ ഒരു ക്വാളിറ്റി കൂടുള്ളൂ. നമ്മുടെ എഗ്ഗിന് നന്നായിട്ട് ക്വാളിറ്റി ഉണ്ടായാൽ മാത്രമേ നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ബേബിനെ അവിടെ കിട്ടുള്ളൂ. നിങ്ങളുടെ പീരിയഡ് സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഡെയിലി ഒരു ഗ്ലാസ് ഇഞ്ചി വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങളുടെ പീരിയഡ് തുടങ്ങിയിട്ട് ഫസ്റ്റ് ഡേ മുതൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പീരിയഡ് സ്റ്റോപ്പ് ആവുന്നത് വരെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ പൈനാപ്പിൾ ജ്യൂസ് കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് രണ്ടും നമ്മുടെ യൂട്രസ് ഒന്ന് ക്ലീൻ ആക്കാൻ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പീരിയഡ് സമയത്ത് ഉണ്ടാകുന്ന ആ ബ്ലഡ് കംപ്ലീറ്റ് ആയിട്ട് പോകാനും യൂട്രസ് ഒന്ന് ക്ലീൻ ആക്കാനും ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മസ്റ്റായിട്ടും ഇതിൽ രണ്ടിലും ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ പീരിയഡ് സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ടീ കോഫി കുടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഒഴിവാക്കുക. നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എത്ര ഹെൽത്തി ആയിട്ട് കഴിച്ചിട്ടും ഒരു കാര്യവുമില്ല. നിങ്ങൾ അതിനുശേഷം ഒരു ടീയോ കോഫിയോ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും ഹെൽത്തി ആയിട്ട് പ്രോട്ടീൻ പരമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഒരു കാര്യമില്ലാണ്ടായി പോകും. അതിൻ്റെ ഒരു പ്രോട്ടീൻസും നമുക്ക് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് നിങ്ങളുടെ പീരിയഡ് സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ ടീ കോഫി ഈ 2 കാര്യങ്ങൾ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഒഴിവാക്കുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ ഫെർട്ടിലിറ്റി ഭാഗത്തോട്ട് ആവശ്യത്തിനുള്ള ബ്ലഡ് ഫ്ലോ കൊടുക്കുക എന്നുള്ളതാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഡെയിലി ഒരു 12 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുക. നമ്മൾ എത്രത്തോളം വെള്ളം കുടിക്കുന്നതോ അത്രത്തോളം ഓക്സിജൻ സപ്ലൈ നമ്മുടെ യൂട്രസിൻ്റെ ഭാഗത്തോട്ട് എത്തും എന്നുള്ളതാണ്. ഇത് നമ്മുടെ എഗ്ഗ് പുറത്തോട്ട് വരാൻ വേണ്ടിയിട്ടും ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ നമ്മുടെ സ്പേമിന് എഗ്ഗിൻ്റെ അടുത്തോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ അവിടെ മ്യൂക്കസ് ഉൽപ്പാദിപ്പിക്കണം. ഈ മ്യൂക്കസ് ഡ്രൈ ആയി പോയാലോ അല്ലെങ്കിൽ നന്നായിട്ട് കട്ടിയായി പോയാലോ അവർക്ക് ഒരിക്കലും ആ മ്യൂക്കസിലൂടെ നമ്മുടെ എഗ്ഗിൻ്റെ അടുത്തോട്ട് വരാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മ്യൂക്കസ് നന്നായിട്ട് സ്മൂത്ത് ആയിട്ടുള്ള കൺസിസ്റ്റൻസിൽ ഉണ്ടായാൽ മാത്രമേ ആ സ്പേംസിന് നമ്മുടെ എഗ്ഗിൻ്റെ അടുത്തോട്ട് എത്താൻ പറ്റുള്ളൂ. അതിന് നമ്മൾ നന്നായിട്ട് വെള്ളം കുടിച്ചാൽ മാത്രമേ ആ ഒരു മ്യൂക്കസിൻ്റെ കട്ടി അവിടെ കുറക്കാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മൾ മ്യൂക്കസ് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ സ്പേംസിന് എഗ്ഗിൻ്റെ അടുത്തോട്ട് വരാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ വെള്ളം കുടിക്കുന്നത് കുറച്ച് മടി കാണിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ വെള്ളം കുടിക്കുക. നമ്മുടെ ഫെർട്ടിലിറ്റി ഭാഗത്തോട്ടുള്ള ബ്ലഡ് ഫ്ലോൻ്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യോഗാസ് ചെയ്യാവുന്നതാണ്. ഫെർട്ടിലിറ്റി യോഗാസ് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരുപാട് പോസിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു 2 പോസെങ്കിലും നിങ്ങൾ ഡെയിലി ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത് വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓവുലേഷൻ ഡേ കഴിഞ്ഞിട്ട് നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാണ്ടിരിക്കുക. അതായത് നിങ്ങൾക്ക് 12ാമത്തെ ദിവസമാണ് നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു 9ാമത്തെ ദിവസം മുതൽ തന്നെ നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുക. 9, 10, 11, 12, 13, 14 ദിവസം വരെ നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്താൽ മതി. അതിനുശേഷം നിങ്ങളുടെ ബോഡിക്ക് നന്നായിട്ട് റെസ്റ്റ് കൊടുക്കുക. പിന്നീട് നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാണ്ടിരിക്കുക. ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ സ്പേം ഉള്ളിലോട്ട് പോയിട്ടുണ്ടെങ്കിലും അവിടെ എഗ്ഗും സ്പേമും കൂടെ ഫെർട്ടിലൈസേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ആ എഗ്ഗിന് കറക്റ്റായിട്ട് യൂട്രസിലോട്ട് വന്നിട്ട് പറ്റിപ്പിടിച്ച് വളരാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു സമയം നമ്മളുടെ ആ ഒരു ഭ്രൂണത്തിന് കൊടുക്കുക. ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
ആ ഒരു ഭ്രൂണത്തിന് നമ്മുടെ യൂട്രസിൽ വന്നിട്ട് പറ്റിപ്പിടിച്ച് വളരാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് ഓവുലേഷൻ കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ ഫിസിക്കൽ കോൺടാക്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ വെയിറ്റ് ലോസ് വർക്കൗട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ദിവസം ഒന്ന് സ്റ്റോപ്പ് ചെയ്യും. നമ്മൾ ഒരുപാട് ബോഡി ഇളകിക്കഴിഞ്ഞാൽ അതും ദോഷമായിട്ടാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം റെസ്റ്റ് കൊടുക്കും. പിന്നെ നിങ്ങൾ ഉച്ചക്കുറങ്ങുന്ന ശീലമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഒഴിവാക്കുക. രാത്രി ഒരു 8 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 7 മണിക്കൂറെങ്കിലും നിങ്ങൾ മാക്സിമം ഉറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മളൊരു ഡീപ്പ് സ്ലീപ്പിലോട്ട് പോകുന്ന സമയത്താണ് നമ്മുടെ ഫെർട്ടിലിറ്റി ഭാഗത്തോടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അത് നമ്മുടെ എഗ്ഗിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡീപ്പ് സ്ലീപ്പിലോട്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരു 8 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 7 മണിക്കൂറെങ്കിലും രാത്രി മാക്സിമം ഉറങ്ങുക കേട്ടോ. നിങ്ങളുടെ പീരിയഡ് സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി ഗ്രാമ്പൂ വെള്ളം കുടിക്കാവുന്നതാണ്. ഇത് നമ്മുടെ എഗ്ഗിനെ റിലീസാക്കാനും നമ്മുടെ മ്യൂക്കസ് ഉൽപ്പാദിപ്പിക്കുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡെയിലി ഒരു ഗ്ലാസ് ഗ്രാമ്പൂ വെള്ളം കുടിക്കുക കേട്ടോ. രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് ഒരു 5-6 ഗ്രാമ്പൂ എടുത്തിട്ട് നമ്മൾ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ വെള്ളം രാവിലെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തിളപ്പിച്ചതിന് ശേഷം മാത്രം കുടിക്കുക കേട്ടോ. ഇത് നിങ്ങൾ ഫസ്റ്റ് രാവിലെ എണീറ്റ് പാട് ചെയ്യുക. ഈ ഒരു വെള്ളം കുടിച്ചതിന് ശേഷം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ മതി. ഇത് നിങ്ങൾ ഡെയിലി ചെയ്യുക. ഓവുലേഷൻ സമയം വരെ ചെയ്യുക. ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ ഇത് കുടിക്കാണ്ടിരിക്കുക. അതായത് ഇംപ്ലാന്റേഷൻ സമയത്ത് നമ്മൾ ഈ ഗ്രാമ്പൂ ഇട്ട വെള്ളം കുടിക്കുന്നത് അത്രയും നല്ലതല്ല. ഗ്രാമ്പൂ വെള്ളം നമ്മുടെ ശരീരത്തിൽ ടെമ്പറേച്ചർ കൂട്ടാൻ കാരണമാകുന്നുണ്ട്. അപ്പോൾ ഇംപ്ലാന്റേഷൻ സമയത്ത് നമ്മുടെ ശരീരത്തിലെ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഇംപ്ലാന്റേഷൻ അവിടെ സക്സസ് ആയിട്ട് നടക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പീരിയഡ് കഴിഞ്ഞിട്ട് ഓവുലേഷൻ ഡേ വരെ മാത്രം നിങ്ങൾ ഗ്രാമ്പൂ വെള്ളം കുടിച്ചാൽ മതി. അതിനുശേഷം കുടിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. പിന്നെ നിങ്ങൾ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. ഓവുലേഷൻ സമയത്താണെന്നുണ്ടെങ്കിലും ഇംപ്ലാന്റേഷൻ സമയത്താണെന്നുണ്ടെങ്കിലും ചൂടുവെള്ളത്തിലുള്ള കുളി നമ്മുടെ എഗ്ഗിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുത്താനും ഇംപ്ലാന്റേഷൻ നടക്കാണ്ടിരിക്കാനും കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചൂടുവെള്ളത്തിലുള്ള കുളി കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. പിന്നെ ബോഡി എപ്പോഴും കൂളാക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ബോഡി ടെമ്പറേച്ചർ കൂടാണ്ടിരിക്കാനും പിന്നെ നിങ്ങൾ ഫിസിക്കൽ കോൺടാക്റ്റ് ചെയ്യുന്നതിൻ്റെ ബിഫോറും ആഫ്റ്ററും നിങ്ങളുടെ പ്രൈവറ്റ് ഏരിയാസ് കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ആക്കി വെക്കുക. എപ്പോഴും ക്ലീൻ ആയതിനു ശേഷം മാത്രമേ ഫിസിക്കൽ കോൺടാക്റ്റിലോട്ട് പോകാൻ പാടുള്ളൂ. നമ്മുടെ പ്രൈവറ്റ് ഏരിയാസ് ക്ലീൻ അല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഇച്ചിങ്സ് ഉണ്ടാവാനും അതുപോലെ തന്നെ ബാഡ് സ്മെൽ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇത് നമ്മുടെ പാർട്ട്ണർക്കും വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മുടെ ഈ ഇച്ചിങ്സും ബാഡ് സ്മെല്ലും കൂടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വജൈനയിലെ pH ബാലൻസ് കൂടാനോ അല്ലെങ്കിൽ കുറയാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ വജൈനയിലെ pH ബാലൻസ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ സ്പേംസിന് ഒരിക്കലും അകത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഈ വജൈനയിൽ നിന്ന് തന്നെ അത് നശിച്ചു പോകുന്നതാണ്. അത്രക്കും സ്ട്രോങ് ആയിട്ടുള്ള അണുക്കളായിരിക്കും അവിടെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എത്ര നമ്മൾ ബോഡി കെയർ ചെയ്തിട്ടോ ഫുഡിൽ കെയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടും ഒരു കാര്യം ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഇച്ചിങ്സ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ബാഡ് സ്മെൽ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ഡോക്ടറെ കാണിക്കുക. എന്നിട്ട് പ്രോപ്പറായിട്ടുള്ള മെഡിസിൻസ് എടുക്കുക. അത് ക്ലീൻ ആയതിനു ശേഷം മാത്രം ഒരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യുക. നോർമൽ വജൈന pH ബാലൻസ് എന്ന് പറയുന്നത് 3.8 അല്ലെങ്കിൽ 5 ആണ്. ഇതിൽ കൂടിക്കഴിഞ്ഞാലും കുറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഭയങ്കര രീതിയിലുള്ള പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളിത് എപ്പോഴും നിസ്സാരമാക്കി കളയാറുണ്ട് ഒരുപാട് പേര്. കാരണം ചെറിയൊരു ഇച്ചിങ്സ് അല്ലേ, അല്ലെങ്കിൽ ഇത് എനിക്ക് എപ്പോഴും ഉള്ളതാണ്, ഇത് ഇത്ര വലിയ സംഭവമൊന്നും അല്ല എന്ന് വെച്ചിട്ട് അത്ര മൈൻഡ് കൊടുക്കാറില്ല. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ളതുകൊണ്ടായിരിക്കും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഇച്ചിങ്സും ബാഡ് സ്മെല്ലും ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു ഡോക്ടറെ കാണിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ ഫോളിക് ആസിഡ് ടാബ്ലറ്റ് മസ്റ്റായിട്ട് എടുക്കുക. നമ്മൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫോളിക് ആസിഡ് ടാബ്ലറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളൊരു ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം ഫോളിക് ആസിഡ് ടാബ്ലറ്റ്സ് എടുക്കുക കേട്ടോ. അല്ലാണ്ട് നിങ്ങളൊരു മെഡിക്കൽ ഷോപ്പ് പോയിട്ട് വാങ്ങിക്കാണ്ടിരിക്കുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. ഒരിക്കലും ടെൻഷൻ അടിച്ചിട്ടിരിക്കരുത്. നമ്മൾ എന്ത് ഫോളോ ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഒരുപാട് ടെൻഷനുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ ടെൻഷൻ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. ടെൻഷൻ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ഓവുലേഷനും പ്രോപ്പറായിട്ട് നടക്കില്ല, ഇംപ്ലാന്റേഷനും പ്രോപ്പറായിട്ട് നടക്കില്ല. അതുകൊണ്ട് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. നിങ്ങൾ ലൈക്ക് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. അതുകൊണ്ടൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം. പിന്നെ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ വന്ന് മെസ്സേജ് അയക്കാം. ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ രണ്ടാമത്തെ ചാനലിൻ്റെ പിക്ചർ ഞാനിവിടെ എന്തായാലും കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും കയറുന്ന സബ്സ്ക്രൈബ് ചെയ്യാം. ചെറിയ ബേബീസുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു ടോപ്പിക്കായിട്ട് കാണാം. ബൈ.